ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു മീൻകറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ശീലാവ് എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശീലാവിന്റെ മീൻകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി വെക്കുക. മീൻകറി വെക്കാൻ എപ്പോഴും നമ്മൾ മൺചട്ടികൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. രുചിയും അതുപോലുള്ള കാര്യങ്ങൾ ആരോഗ്യത്തിനും എല്ലാം നല്ലത് മൺചട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. അലൂമിനിയം സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5-6 ചുമന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുകയാണ് നമ്മൾ. മിക്സിയുടെ ജാറിൽ നമ്മൾ കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ മീൻകറിക്കകത്തൊക്കെ കൂടുതലും ചതച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി അളവിൽ നമ്മൾ ഇഞ്ചി കൂടി ചതച്ചെടുത്തിരിക്കുന്നുണ്ട്. ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ അതെ നമ്മൾ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുപോലെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒത്തിരി കരിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ജ്യൂസ് പരുവാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ പൾപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമേ നമ്മൾ തക്കാളിയുടെ ചാറ് ചേർത്ത് കൊടുക്കാവൂ. തക്കാളിയുടെ ചാറ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇതിന്റെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇതിന്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പൊ ഒരു പൊടി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത പൊടി ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് എരിവില്ലാത്ത ഒരു മീഡിയം എരിവ് മാത്രമുള്ള മുളക് പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് ഇതിന്റെയൊക്കെ പച്ചക്കുത്ത് മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ എപ്പോഴും മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ അതിലേക്കൊന്ന് ലയിപ്പിക്കുക. നമ്മുടെ ഈ തവിയിലും കാര്യങ്ങളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം അത്രയും ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാവൂ. അപ്പോഴേ മീൻകറിയുടെ ഒരു ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരുള്ളൂ. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പ് ചേർത്ത് നമ്മുടെ മീൻ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒക്കെ ഇടുന്ന പോലെ ഒരുമിച്ച് എല്ലാ മീൻ കഷ്ണങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് കൊട്ടിയിടരുത്. കാരണം ഒത്തിരി അങ്ങോട്ടും ഇടയ്ക്കോട്ടൊക്കെ ഇളക്കി കഴിഞ്ഞ് ചിക്കൻ പോലെയല്ല, മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് പീസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി താഴ്ത്തി കൊടുക്കുകയാണ്. ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തില് നമ്മൾ താഴ്ത്തി കൊടുക്കുക. ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് വെള്ളവും കിട്ടേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചാറങ്ങ് ഒത്തിരി വെള്ളം പോലായി പോകും. അപ്പൊ നമ്മുടെ ഈ ഒരു മീൻ മുങ്ങിക്കിടക്കുന്ന ഒരു അളവിലായിരിക്കണം നമ്മൾ വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാ മീനും നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പിന്നീട് നമുക്ക് ഈ ചിക്കൻ കറി ഒക്കെ ഇട്ട് ഇളക്കുന്ന പോലെ മീൻ കറി ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മുക്കി അപ്പൊ തന്നെ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 പുളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ പുളി കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് നേരത്തെ കൊണ്ട് നമ്മുടെ ഈ മീൻകറി റെഡിയാവും. അതുവരെ നമ്മൾ ഇതിനെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ചൂടുവെള്ളം
ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെട്ടി തിളച്ച് നമ്മുടെ മീൻകറി നല്ല അടിപൊളി മണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും അതിന്റെ ഒരു മണവും ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു തണ്ട് അളവിൽ നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുരുമുളകിന്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അതായത് ഈ തിളച്ച് നമ്മൾ വാങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഒന്ന് വിതറി കൊടുക്കുക. അപ്പൊ നമ്മുടെ ശീലാവ് കറി ഇവിടെ നന്ന അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി നമുക്ക് ഏത് മീൻകറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അയലയോ മത്തിയോ ഒക്കെ വെക്കണമെങ്കിൽ ഈ റെസിപ്പി നമുക്ക് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് ഒത്തിരി മീൻ അരപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി അമർത്തി വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.